ഓക്കെ ഗൈസ്, 25,000 രൂപയ്ക്ക് താഴെ ഒരു നല്ല ഫോൺ തപ്പിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ വീഡിയോ ചുമ്മാ നമ്മൾ 25,000 രൂപ താഴെയുള്ള കുറച്ച് റാൻഡം ഫോൺസ് എടുത്ത് നിങ്ങൾക്ക് തരുമല്ല, അതിന് പകരം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് 25,000 രൂപയ്ക്ക് താഴെ വരുന്ന ബെസ്റ്റ് ക്യാമറ ഫോൺ, പെർഫോമൻസ് ഫോൺ അല്ലെങ്കിൽ ബാറ്ററി ലൈഫുള്ള ഫോൺ, ഇങ്ങനെ 3 സെക്ഷനായിട്ട് തിരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. കൂടാതെ ഒരു ഓൾറൗണ്ട് ഫോൺ ഇതിന്റെ അവസാനം ഞാൻ പറയുന്നുണ്ട്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ കണ്ടു കഴിയുന്നതോടെ നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഒരു ബെസ്റ്റ് ഫോൺ പിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. സോ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് 25,000 രൂപ താഴെ നിങ്ങൾക്ക് ബെസ്റ്റ് ക്ലീൻ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും ഒരു മികച്ച ക്യാമറ ക്വാളിറ്റി തരുന്ന ഫോൺ ഏതാണെന്ന്. ഈ ഒരു സെക്ഷനിൽ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് നത്തിങ് ഫോൺ 3A ആണ്. ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് ആദ്യം തന്നെ ഞാൻ പറഞ്ഞുതരാം. 6.7 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED 120 Hz ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കൂടാതെ സ്നാപ്ഡ്രാഗന്റെ 7S Gen 3 ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. ഇതിന്റെ അന്തുത്വ സ്കോർ ഏകദേശം 8 lakh ആണ് വരുന്നത്. കൂടാതെ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ, 50 മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ ക്യാമറ, 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കൂടാതെ 32 മെഗാപിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയും 5000 mAh ബാറ്ററിയും 50 വാട്ട് ചാർജിങ്ങുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ 8GB 128GB റേറ്റ് വരുന്നത് ഓൾമോസ്റ്റ് 24,999 ആണ്. സോ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്ലീൻ സോഫ്റ്റ്വെയർ ആണ്. നത്തിങ് OS 3.0 ഈ ഫോൺ വരുന്നത്. അതും ആൻഡ്രോയിഡ് 15 ബേസ്ഡ് ആയിട്ടുള്ള നല്ല പക്ക ക്ലീൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ അത്യാവശ്യം നല്ല ക്യാമറ ക്വാളിറ്റി തന്നെയാണ് നത്തിങ് ഫോൺ 3A ഈ പ്രാവശ്യം തന്നിട്ടുള്ളത്. എടുത്തു പറയുന്ന പ്രത്യേകത 50 മെഗാപിക്സലിന്റെ ഒരു ടെലിഫോട്ടോ ക്യാമറ കൂടി നത്തിങ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഡീസെന്റ് ആയിട്ടുള്ള ഒരു ക്യാമറയും നല്ല ക്ലീൻ സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ 25,000 താഴെ ഇതായിരിക്കും നിങ്ങൾക്കുള്ള ബെസ്റ്റ് ചോയ്സ്. അടുത്തായിട്ട് ബാറ്ററി ലൈഫും പെർഫോമൻസ് ആണ് നിങ്ങളുടെ മെയിൻ ഫോക്കസ് എങ്കിൽ നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് പോക്കോ X7 Pro ആണ്. ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 6.67 ഇഞ്ച് വരുന്ന 1.5K റെസൊല്യൂഷൻ വരുന്ന 120 Hz AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഡയമൻസിറ്റിയുടെ 8400 അൾട്രയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. ഏതാണ്ട് 1.6 മില്യൺ ആണ് ഇതിന്റെ അന്തുത്വ സ്കോർ വരുന്നത്. കൂടാതെ 50 മെഗാപിക്സലിന്റെ 8 മെഗാപിക്സലിന്റെ 2 ബാക്ക് ക്യാമറയും 20 മെഗാപിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 6550 mAh ബാറ്ററിയും 90 വാട്ട് ചാർജിങ്ങും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ 8GB 128GB റേറ്റ് വരുന്നത് 24,999 ആണ്. ഈ ഫോണിന്റെ മെയിൻ പ്രത്യേകത ഇതിൽ കൊടുത്തിട്ടുള്ളത് റാം ടൈപ്പ് LPDDR5X റാം ആണ്. കൂടാതെ 256GB വേരിയന്റിന് UFS 4.9 കൊടുത്തിട്ടുണ്ട്. സോ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോണാണ്. ഗെയിമിങ്ങിന് പക്കയാണ്. പക്ഷേ 120 FPS BGMI സപ്പോർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ഫോണിനുണ്ടെങ്കിൽ കൂടി ഇപ്പോൾ 90 FPS ലോക്കായി കിടക്കുകയാണ്. ഫ്യൂച്ചറിൽ ഒരു പക്ഷേ അപ്ഡേറ്റിലൂടെ 120 FPS നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. ഇത് മാത്രമല്ല 6500 mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ നല്ല കിടിലൻ ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് ഈ ഫോണിലൂടെ ലഭിക്കുന്നതാണ്. അടുത്തായിട്ട് നിങ്ങൾ പെർഫോമൻസും അതുപോലെ തന്നെ മികച്ചൊരു ക്യാമറ ക്വാളിറ്റി കൂടി തരുന്നൊരു ഫോണാണ് നോക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് iQOO Neo 10R ആണ്. യെസ്, ഇറ്റ്സ് എ ഗെയിമിംഗ് ഫോൺ. പക്ഷേ ഇതിന്റെ ക്യാമറ ക്വാളിറ്റി എടുത്തു പറയേണ്ട ഒന്ന് തന്നെ. ആദ്യം നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് നോക്കാം. 6.78 ഇഞ്ച് വരുന്ന 1.5K 120 Hz AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ് 8S Gen 3 ആണ്. ഓൾമോസ്റ്റ് 1.5 മില്യൺ ആണ് ഇതിന്റെ അന്തുത്വ സ്കോർ വരുന്നത്. 50 മെഗാപിക്സലിന്റെ സോണി IMX882 എന്ന ക്യാമറയാണ് മെയിൻ ക്യാമറ. കൂടാതെ 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 32 മെഗാപിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കൂടാതെ 6400 mAh ബാറ്ററിയും 80 വാട്ട് ചാർജിങ്ങുമാണ് iQOO. സോ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ 8S Gen 3 വളരെ പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് ആണ്. BGMI ഒക്കെ ഈസിലി 120 FPS സപ്പോർട്ട് ചെയ്യുന്ന ചിപ്സെറ്റ് ആണ്. കൂടാതെ ഇതിന്റെ ക്യാമറ ക്വാളിറ്റി ഇത്രയും ഭംഗിയാകാൻ കാരണം സോണിയുടെ IMX882 എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ക് ക്യാമറ തന്നെയാണ്. നോർമലി iQOO പെർഫോമൻസിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു മിഡ് റേഞ്ച് ഫോണിൽ അടിപൊളി ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിട്ടുള്ളത്. സോണിയുടെ ഈ ക്യാമറ തരുന്ന ഔട്ട്പുട്ട് അടിപൊളി തന്നെയാണ്. സോ പെർഫോമൻസും അതിനനുസരിച്ച് നല്ല ക്യാമറ ക്വാളിറ്റിയും കൂടി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് iQOO Neo 10R. ഓക്കെ ഗൈസ്, അടുത്തതാണ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതും പെർഫോമൻസ് തരുന്നതും നല്ല ഡിസൈനുള്ള ഒരു ഫോണാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് Realme P3 Ultra ആണ്. ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് നമുക്ക് ആദ്യം നോക്കാം. 1.5K റെസൊല്യൂഷൻ വരുന്ന 120 Hz AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ് Dimensity 8350 Ultra ആണ്. ഇതിന്റെ അന്തുത്വ സ്കോർ ഓൾമോസ്റ്റ് 1.4 മില്യൺ ആണ് വരുന്നത്. കൂടാതെ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയും 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും
16 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കൂടാതെ 6000 mAh ബാറ്ററിയും 80 വാട്ട് ചാർജിങ്ങും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ബാങ്ക് ഓഫറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഓൾമോസ്റ്റ് 23,000 ഈ ഫോൺ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇപ്പൊ ഈ പറഞ്ഞ രണ്ട് ഫോണിൽ നമ്മൾ അന്തിത്വ സ്കോർ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അന്തിത്വ സ്കോർ എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്, നിങ്ങളുടെ ആവശ്യത്തിന് എത്ര അന്തിത്വ സ്കോർ വേണം എന്നൊന്നും നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഗൈസ്, ഈ റിയൽമി P3 Ultra എന്ന ഫോണിൽ BGMI 90 FPS ഈസിലി നിങ്ങൾക്ക് കളിക്കാൻ പറ്റുന്നതാണ്. അത് മാത്രമല്ല BGMI ആയിട്ട് കൊളാബ് ചെയ്തിട്ട് ഇറക്കിയിട്ടുള്ള ഒരു ഫോണാണ്. സോ BGMI കുറച്ചുകൂടി ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കും ഈ ഒരു ഫോണിൽ. സോ ഗൈസ്, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ല ഡിസൈനും അത്യാവശ്യം പെർഫോമൻസും തരുന്ന ഒരു ഫോണാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഓപ്ഷനാണ് റിയൽമി P3 Ultra. അടുത്തായിട്ട് ഗൈസ്, ഒരു ടോട്ടൽ വാല്യൂ ഫോർ മണി എന്ന് പറയാവുന്ന ഒരു ഫോണാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ആയിട്ടുള്ള മോട്ടോറോള എഡ്ജ് 60 ഫ്യൂഷൻ. പെർഫോമൻസ് ബേസ്ഡ് ആയിട്ട് ഈ ഫോൺ നോക്കണ്ട, അല്ലാതെ നിങ്ങൾക്ക് ഒരു നോർമൽ ഫോൺ, ഒരു ഓൾറൗണ്ടർ ആയിട്ടുള്ള ഒരു ഫോണാണ് നിങ്ങൾ നോക്കുന്നത്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാവുന്ന ഒരു ഫോണാണ് ഈ മോട്ടോറോള എഡ്ജ് 60 ഫ്യൂഷൻ. 6.7 ഇഞ്ച് വരുന്ന 1.5K റെസൊല്യൂഷനുള്ള 120Hz POLED ഡിസ്പ്ലേ ആണ് മോട്ടോറോള ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് HDR10+, 10 ബിറ്റ് കളറൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല അടിപൊളി ഡിസ്പ്ലേ ആണ്. ക്വാഡ് കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്, അതും 45 ഡിഗ്രിയാണ് ഇതിന്റെ കർവ് കൊടുത്തിട്ടുള്ളത്. സോ ഒരു മീഡിയ കൺസപ്ഷനിലൊക്കെ നല്ല അടിപൊളി ഫോണാണിത്. ഇതിൽ കൂടുതലുള്ള ചിപ്സെറ്റ് ഡയമൻസിറ്റിയുടെ 7400 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ചിപ്സെറ്റ് ആണ്. അത്യാവശ്യം 60 FPS നിങ്ങൾക്ക് ഗെയിമിംഗ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ പറയാം, ഇതൊരു ഗെയിമിംഗ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫോൺ അല്ല. കൂടാതെ 5500 mAh ഒരു ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 68 വാട്ടിന്റെ ചാർജറും ഇതിന്റെ ഒപ്പം കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൊടുത്തുള്ള ക്യാമറ സോണിയുടെ LYT 700C എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. കൂടാതെ 30 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 32 മെഗാ പിക്സലിന്റെ ഒരു ഫ്രണ്ട് ക്യാമറയും മോട്ടോറോള ഇതിൽ കൊടുത്തിട്ടുണ്ട്. 24,999 ആണ് ഇതിന്റെ റേറ്റ് കൊടുത്തിട്ടുള്ളത്. ഇത് ബാങ്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ തിരിച്ചു വരുമ്പോൾ ഏതാണ്ട് 21,000 നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഈ ഒരു റേഞ്ചിൽ ഈ ഒരു ഫോൺ നല്ല വർത്തായിട്ടുള്ള ഫോൺ തന്നെയാണെന്ന് പറയേണ്ടി വരും. പക്ഷെ ഇതിൽ രണ്ട് പോരായ്മ ഞാൻ എടുത്തു പറയാനുള്ളത്, ഒന്ന്, ഇതിൽ കൊടുത്തിട്ടുള്ള റാം LPDDR4X റാമാണ്. കൂടാതെ UFS 2.0 ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതിന് പോരായ്മയായിട്ട് തന്നെ പറയേണ്ടി വരും. ഈ റേഞ്ചിലുള്ള പല ഫോണുകളിലും UFS 3.0 കൊടുക്കുന്നുണ്ട്. കൂടാതെ LPDDR5X റാം കൊടുക്കുന്നുണ്ട്. സോ ഒരു 21,000 റേഞ്ചിൽ നിങ്ങൾക്ക് ഒരു ഓൾറൗണ്ട് ഫോണാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. സോ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. 25,000 താഴെ നിങ്ങൾക്ക് വേണ്ടുന്ന ഫോൺ ഏതാണെന്ന് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് പിടികിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഏതെങ്കിലും ചങ്ക് ഒരു 25,000 താഴെ ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.